ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഓമനപുത്രനെയും ഭാര്യയെയും ഒറ്റയ്ക്ക് അവിടെ താമസിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: കരുണാനിധിയായ റബ്ബേ, എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ വിജനമായ മരുഭൂമിയിൽ വിട്ടേച്ച് ഞാൻ പോകുന്നു. ഈ മരുഭൂമി നീ മലർവാടിയാക്കി മാറ്റണമേ. ഈ വിജനദേശത്തെ ജനാധിവാസ കേന്ദ്രമാക്കണമേ. ലോകജനതയുടെ ഹൃദയങ്ങളെ ഇങ്ങോട്ട് തിരിച്ചുവിടണമേ. ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ സുലഭമാക്കണമേ. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അന്നു മുതൽ മക്കയുടെ വളർച്ച ആരംഭിച്ചു. അത് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ സ്ഥിരകേന്ദ്രമാണിത്. ഭൂഗോളം മുഴുവൻ ഇന്ന് മക്കയെ ഉറ്റുനോക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഫലസ്തീനിൽ നിന്നും മക്കയിൽ നിന്ന് കുഞ്ഞിനെയും ഭാര്യയെയും സന്ദർശിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അള്ളാഹുവിൻ്റെ ഒരു കഠിന പരീക്ഷണത്തെ നേരിടേണ്ടി വന്നു നബിക്ക്. അള്ളാഹു കൽപ്പിച്ചു: ഇബ്രാഹിമേ, നിന്റെ ഓമനപുത്രനെ എനിക്ക് വേണ്ടി ബലിയറുക്കുക. നബി ഞെട്ടി. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം വാർദ്ധക്യകാലത്തിൽ ജനിച്ച ഏകപുത്രനെ ബലിയറുക്കാനാണ് കൽപ്പന. അസാമാന്യ മനഃശക്തിയുള്ള ആ പ്രവാചകൻ അതിനും തയ്യാറായി. അദ്ദേഹം മക്കയിൽ ചെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഭാര്യയെയും പുത്രനെയും അറിയിച്ചു. അവരും മോശക്കാരല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അതാണെങ്കിൽ അത് നിറവേറ്റുക. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓമന മകനുമായി മിനാമല മുകളിലേക്ക് പോയി. വിനോദയാത്രയല്ല, സ്വന്തം ഓമനപുത്രനെ ബലിയെടുത്തു അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാനുള്ള യാത്ര. ഈ യാത്രയിൽ ഇബ്ലീസ് അവരെ വഴിതെറ്റിക്കാൻ പിന്നാലെ കൂടി. നബിയും പുത്രനും പിശാചിനെ എറിഞ്ഞോടിച്ചു. ഈ സംഭവത്തെ അനുസ്മരിക്കലാണ് ഹജ്ജിൻ്റെ കല്ലേറ്. പിശാച് ജീവനും കൊണ്ടോടേണ്ടി വന്നു. ആ വാത്സല്യ പിതാവ് പുത്രനെ മലർത്തിക്കിടത്തി കഴുത്തിൽ കത്തിവെച്ചു. ആ ഭീകരരംഗം കണ്ട് ദിഗന്ധങ്ങൾ നടുങ്ങി. വേണ്ട, മകനെ ബലിയെടുക്കേണ്ട, പകരം ഈ ആടിനെ അറുത്താൽ മതി. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയശീലരായിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമാണിത് പറഞ്ഞത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആട്ടിൻകുട്ടിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകി. നബി മകൻ്റെ കഴുത്തിൽ നിന്ന് കത്തിയെടുത്ത് ആടിൻ്റെ കഴുത്തിൽ വെച്ച് അതിനെ ബലിയെടുത്തു. എന്നിട്ട് തന്നെയും മകനെയും രക്ഷിച്ച അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സുജൂദിൽ വീണു. ഈ ത്യാഗത്തെ അനുസ്മരിപ്പിക്കലാണ് വർഷം തോറും ആ ദിവസങ്ങളിൽ ഉൾഹിയത്തറുക്കൽ സുന്നത്താക്കിയത്. ഈ സംഭവം നടന്ന ദിവസമാണ് നാം വർഷം തോറും ഹജ്ജ് പെരുന്നാൾ കൊണ്ടാടുന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വിജയം നേടിയെടുക്കാനുള്ള സന്ദേശവുമായാണ് ഹജ്ജ് പെരുന്നാൾ വർഷം തോറും സമാഗതമാക്കുന്നത്. മക്കയിൽ ലോക മുസ്ലിങ്ങളെല്ലാം സമ്മേളിച്ച് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതും ഈ സംഭവം നടന്നതിൻ്റെ വാർഷികാഘോഷമാത്രേ. ത്യാഗത്തിൻ്റെ വാർഷികാഘോഷം. ഇസ്മായിൽ യൗവനദശ പ്രാപിച്ചു. യൂദയും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസിച്ചുവെന്ന് മുമ്പ് പ്രസ്താവിച്ചുവല്ലോ. ആ ഗോത്രത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇസ്മായിൽ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചു. ആ ദമ്പതികളുടെ പരമ്പരയാണ് ഖുറൈശി ഗോത്രം. ആ ഗോത്രത്തിലാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭോജനനായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മാർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാം പണിത കഅബ നൂഹ് നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് ജലപ്രളയത്തിൽ പാടെ നശിച്ചു പോയിരുന്നു. അത് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണ്. സാറാ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കുകയില്ലെന്നാണല്ലോ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച 14 വർഷം കഴിഞ്ഞപ്പോൾ സാറാ ബീവി റളിയല്ലാഹു അൻഹ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് ഇസ്ഹാഖ് എന്ന് പേരിട്ടു. ഇദ്ദേഹമാണ് ചരിത്രപ്രസിദ്ധനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വഫാത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചത്. 40-ാമത്തെ വയസ്സിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും മതപ്രബോധന രംഗത്ത് ധാരാളം ത്യാഗങ്ങൾ സഹിക്കുകയുണ്ടായി. പിതാവിൻ്റെ പാത പിന്തുടർന്ന് ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ചു.